അസ്സലാമു അലൈക്കും. ഞാനിന്നൊരു കാബരി റൈസ് റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. സ്റ്റൗ കത്തിച്ച് ഒരു ചട്ടി അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സവാള പൊരിച്ചെടുക്കാൻ. ഇതൊരു രണ്ട് വലിയ സവാളയാണ്. അതൊന്ന് പൊരിച്ചെടുക്കുക. 1 കിലോ അരിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. ഇനി അത് ഗോൾഡൻ കളറായി പൊരിച്ചെടുത്ത് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുക പൊരിച്ചെടുക്കാൻ. അത് വല്ലാതെ കളറ് മാറണ്ട. ഇനി അതും കോരി മാറ്റി ഒരു പ്ലേറ്റിലേക്ക്. ഇനി കുറച്ച് ക്യാരറ്റ് നടുകെ കീറി കനം കുറച്ച് മുറിച്ചത് അതും പൊരിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് വല്ലാതെ ഞെരിയൊന്നും വേണ്ട, ഒന്നും കട്ടായി വാടി കിട്ടിയാൽ മതി. അതും കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റും. ഇനി അടുപ്പിൽ ഒരു ബിരിയാണി പോട്ട് വെച്ചിട്ട് അതിലേക്ക് ഉള്ളി പൊരിച്ച എണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ സാധാ ഓയിലായാലും മതി, സൺഫ്ലവർ ഓയിൽ. ഇനി അതിലേക്ക് 2 സവാള കനം കുറച്ച് മുറിച്ചത് ഇട്ട് കൊടുക്കുക. ബിരിയാണിക്ക് വഴറ്റുന്നത് പോലെ വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു തക്കാളി മുറിച്ചത് ചെറുതായി മുറിച്ച് അതും ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ വഴറ്റിയെടുക്കുക. 2 തക്കാളി മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കണം, വെള്ളമൊന്നും ഒഴിക്കാതെ. ഇനി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതാണിത്. 6 പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, അതും നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾ അധികം ഇട്ടാൽ ചോറ് മഞ്ഞ കളറാവും. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാൻ 2 കിലോനാണ് ഉണ്ടാക്കണം, 1 കിലോൻ്റെ കണക്കാണ് പറഞ്ഞു തരുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇനി കപ്സ മസാല, മന്തി മസാല ഏതെങ്കിലും 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഞാൻ 2 തക്കാളി അടിച്ചത് അതിലേക്ക് ഒഴിച്ചെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കാതെ അടിച്ചെടുക്കണം. ഇനി ഒരു നാരങ്ങൻ്റെ നീരൊഴിച്ച് കൊടുക്കുക. ഇനി മാഗി ക്യൂബ് ഒരു പാക്കറ്റിൽ 2 എണ്ണം ഉണ്ടാകുക, അതിട്ട് കൊടുക്കുക. അതൊന്ന് കൈ കൊണ്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഉപ്പ് അത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, ഇതിൽ ഉപ്പുണ്ടാവും മാഗി ക്യൂബിൽ. ഇനി അതിലേക്ക് മുസമ്പിൻ്റെ ജ്യൂസ്, ഒരു മുസമ്പിൻ്റെ ജ്യൂസ് പകുതി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പകുതി ചോറ് ദമ്മി ചെയ്യുമ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക.
നല്ല ടേസ്റ്റാണ് മുസമ്പിൻ്റെ ജ്യൂസ് ചേർക്കുമ്പോൾ. ഇനി അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ കുറച്ച് വലിയ പീസാക്കിയിട്ടാണ്, ചെറിയ പീസ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. ഇനി ഒരു പകുതി വേവാക്കുക, പകുതി വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ ദമ്മിടുമ്പോൾ വേവ് കയറിപ്പോവും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി കരിഞ്ഞോ. പിന്നെ പൊരിച്ച് വെച്ച ഉള്ളി 3/4 ഭാഗം അതിലേക്ക് ഇട്ട് കൊടുക്കുക, കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട്. മുസമ്പിൻ്റെ ജ്യൂസും ആ ഉള്ളി പൊരിച്ചതും ഇടുമ്പോൾ നല്ല ടേസ്റ്റാണത്. വേവ് പാകമായി. ഇനി തീ ഓഫാക്കാം. നല്ലോണം വെന്താൽ ദമ്മിടുമ്പോൾ കലങ്ങിപ്പോവും. ഇനി അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നെയ്യിട്ട് കൊടുക്കുക. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക, ചോറ് തിളപ്പിച്ച് ഊറ്റാൻ. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ട് കൊടുക്കുക. 4-5 ഏലക്കായ, 4-5 ഗ്രാമ്പൂ, 3 കഷ്ണം പട്ട. അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി കഴുകി വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക, 1 കിലോ അരി. ഒരു കിലോ അരിക്ക് 1 കിലോ ചിക്കനും ഇടാം. ചിക്കന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 1 കിലോന് ഇട്ടാലും മതി. ഇനി ആ തിളച്ച വെള്ളത്തിലേക്ക് മുസമ്പിൻ്റെ തോല്, ആ വെള്ളം അധികം പെടാതെ ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുക. നല്ല ചെറുതാക്കണ്ട, അതിൻ്റെ ടേസ്റ്റ് അതിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ചോറ് വേവായി 90% വെന്താൽ മതി. ഇനി ആ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് പൊരിച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കുക, ക്യാരറ്റും. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഗരം മസാല ഒരു പിഞ്ചിട്ട് കൊടുത്താൽ മതി, അധികം ഒന്നും ഇടണ്ട. ഇനി അതിൻ്റെ മേലെ ചോറിട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക, 2 ടേബിൾ സ്പൂണ്. ഇനി അതിൻ്റെ മേലെ ചോറിട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മേലെ പൊരിച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊരിച്ച് വെച്ച ഉള്ളിയും ഇട്ട് കൊടുക്കുക, നേരത്തട്ട പോലെ. ക്യാരറ്റും ഇട്ട് കൊടുക്കുക. ഇനി ഫുഡ് കളറ് ചോറിൻ്റെ ഇതിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതും ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഇട്ട് കൊടുക്കുക, 2 ടേബിൾ സ്പൂൺ നെയ്യ് അതിൻ്റെ മേലിട്ട് മുസമ്പിൻ്റെ ജ്യൂസ് ബാക്കിയുള്ളത് അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക. ഇനി ഫുഡ് കളറ് പച്ചയും ചുവപ്പും മഞ്ഞയും ഫുഡ് കളർ ഒഴിച്ച് കൊടുക്കുക. കുറേശ്ശെ വെള്ളത്തിൽ കലക്കിയിട്ട്, അധികമൊന്നും ഒഴിക്കണ്ട. ഫോട്ടോയിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. കാബരി റൈസ് പല കളറും അല്ല വറ്റുണ്ടാകുക. ഇനി മൂടി വെച്ച് ദം ചെയ്യുക. ആവി ഒന്ന് കയറുന്ന വരെ ദം ഇട്ട് കൊടുക്കുക. ഉള്ളി പൊരിച്ച് വെച്ച എണ്ണ അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക ബാക്കി.
ചോറിൽ എണ്ണയൊന്നും ഇല്ലല്ലോ. ആവി വന്ന് അത് തുറന്ന് ദം ഒഴിവാക്കണം. ചോറ് പാത്രത്തിലേക്ക് മാറ്റുക. മസാല ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ചോറൊന്ന് വെല്ലം മിക്സ് ചെയ്ത് കൊടുക്കുക. കളറ് പോരാ, അപ്പോൾ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുക. പച്ചയും ചുവപ്പും മഞ്ഞയും കളറെല്ലാം ഉണ്ടാകുക പറ്റുക കാബേരിൻ്റെ. സർവിങ് ഡിഷിലേക്ക് മാറ്റുക. മസാല ഒരു പാത്രത്തിലേക്ക് മാറ്റി സർവിങ് ഡിഷിലേക്ക് മാറ്റുക. എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക.